നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ ശമരിയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് എറണാകുളം ജില്ലയിൽ കുന്നത്തുനാട് താലൂക്കിൽ മഴുന്നൂർ ഗ്രാമപഞ്ചായത്തിൽ 18-ാം വാർഡിൽ താമസിക്കുന്ന തലച്ചിറ വൈറോണി മകൻ ശിവൻ. ഇദ്ദേഹം ഒരു വൃക്ക രോഗിയാണ്. ആഴ്ചയിൽ 3 ഡയാലിസിസുകൾ ചെയ്ത് മുന്നോട്ടു പോകുന്നു. ഇദ്ദേഹത്തിന് അസുഖം തുടങ്ങിയിട്ട് 6 വർഷമായി. ഡയാലിസിസ് തുടങ്ങിയിട്ട് 4 വർഷവും. എൻ്റെ പേര് ശിവൻ എന്നാണ്. ഞാൻ കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പ് തൊട്ട് എനിക്ക് ഇങ്ങനെ വൃക്കരോഗത്തിൻ്റെ ആരംഭമായിരുന്നു. ഞാൻ പണിയുന്നിടത്ത് വെച്ച് എനിക്കിങ്ങനെ പല ബുദ്ധിമുട്ടുണ്ടായി. തല ചുറ്റി വീണു. അപ്പോൾ അവിടുന്ന് അവരൊക്കെ കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എറണാകുളം ലൂർദ് ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ ചെന്ന് മറ്റേ ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ കിഡ്നി പ്രവർത്തനം നിന്നുപോയി. അപ്പോൾ അതുകൊണ്ട് ഡയാലിസിസ് തുടങ്ങണം. അതിന് മുപ്പാടായിട്ട് നമുക്കൊരു കുറച്ച് ഗുളികൾ കഴിച്ച് നോക്കാം, എന്നിട്ട് കുറവില്ലെങ്കിൽ ഡയാലിസിസ് നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 2 വർഷക്കാലം ഗുളിക ഇങ്ങനെ നിന്നു. അപ്പം ക്രിയാറ്റിനും കുറഞ്ഞും കൂടിക്കൊണ്ടിങ്ങനെ ഇരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ എനിക്ക് വിശപ്പില്ലായ്മയും പല ബുദ്ധിമുട്ടും ഇങ്ങനെ ശ്വാസം മുട്ടലും ഒക്കെ തുടർന്ന് ഒന്നും കൂടി ആശുപത്രി കൊണ്ടുപോയി. പിന്നെ മേലാസകലം നീരായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നപ്പോൾ പറഞ്ഞു ക്രിയാറ്റിനും 15 അതുകൊണ്ട് ഉടനടി ഡയാലിസിസ് തുടങ്ങണമെന്ന് പറഞ്ഞു. ആദ്യം പഴുത്തയിൽ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ നെഞ്ചത്താക്കി. അവിടെ ഇൻസ്പെക്ഷൻ ആയതിന് ശേഷം പിന്നെ ഇങ്ങസ് ബെഡിലേക്ക് ആക്കി. അതിപ്പോൾ ഇൻസ്പെക്ഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് 35,000 രൂപ 40,000 അടുത്ത് വരും. ആ സൂചിക്ക് തന്നെ. ഇദ്ദേഹം ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. അസുഖം തുടങ്ങിയതിനു ശേഷം ആദ്യം മരുന്നുകൾ കഴിച്ചു നിയന്ത്രിക്കാം എന്ന് കരുതിയെങ്കിലും കാലക്രമേണ വൃക്കകളുടെ സ്ഥിതി ഗുരുതരമാവുകയും അവയുടെ പ്രവർത്തനം നിലയ്ക്കുകയുമാണുണ്ടായത്. പിന്നീട് ഡയാലിസിസ് ചെയ്യാതെ ജീവൻ നിലനിർത്തുവാൻ പറ്റില്ല എന്നു വന്നു. അങ്ങനെ ഡയാലിസിസ് തുടങ്ങുകയാണുണ്ടായത്. ഹൃദയ സംബന്ധമായ രോഗങ്ങളും കൂടെയുണ്ട്. ഞാനിപ്പോൾ വാടകയ്ക്കാണ്. ഇപ്പോൾ ഈ ഇരിക്കുന്നത് വാടക വീടാണ്. എനിക്ക് വീടൊന്നുമില്ല. എൻ്റെ പിള്ളേർക്ക് ആണെങ്കിലും നിസ്സാര പൈസയ്ക്ക് ഓരോ കമ്പനികളിലും അവിടെ അതിലേക്ക് പോവുകയാണ്. പിന്നെ ഭാര്യ ഓരോ വീടുകളിൽ വീട്ടുപണിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കിട്ടുന്ന കൊണ്ടാണ് ഇപ്പോൾ ആശുപത്രിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഭാര്യയ്ക്കായാലും സുഖമില്ലാത്തതാണ്. അതിന് നടക്കാൻ പറ്റില്ല. അതിന് അസ്ഥി തേയ്മാനമുള്ള ആളാണ്. പിന്നെ ഇപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ട് തന്നെ നമുക്കൊരു കിടപ്പാടുമില്ല. നമ്മൾ മരണപ്പെട്ടാൽ തന്നെ കുടിച്ചിടാൻ പോലും ഒരു സ്ഥലം ഇല്ലാത്തൊരവസ്ഥയിലാണ്
അത് എനിക്ക് 5 സെൻറ്റ് ഭൂമി ഒരു വീടും പരയായിട്ട് ഉണ്ടായിരുന്ന ആളായിരുന്നു ഞാൻ. എൻ്റെ കൊച്ചിനെ ഇങ്ങനെ പുറമേട്ട് വിടാൻ വേണ്ടിയിട്ടും പൈസ അടച്ചു ലോൺ എടുത്ത്. അപ്പോൾ അത് ഏജൻസി എന്നെ പറ്റിച്ച കാരണം കൊച്ചിനും പോകാനും പറ്റില്ല. അതോടുകൂടി എനിക്ക് വീണ്ടും പാടില്ലായ്മ വന്നു, അറ്റാക്ക് വന്നു, സ്ട്രോക്ക് വന്നു. ഇത് ഇത്രയും ബുദ്ധിമുട്ടിലാണ് എൻ്റെ ജീവിതം. കാരണം അതേപോലെ ബുദ്ധിമുട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ ഞാൻ ദയവായിട്ട് ഞാൻ അപേക്ഷിക്കുന്നു. ഇദ്ദേഹത്തിന് ഭാര്യയും 2 മക്കളുമാണുള്ളത്. മക്കൾക്ക് സ്ഥിരവരുമാനം ലഭിക്കുന്ന രീതിയിലുള്ള പണികൾ ഒന്നും തന്നെയില്ല. ഇവർക്ക് സ്വന്തമായി സ്ഥലമോ വീടോ ഒന്നുമില്ല. മൂത്ത മകനെ വിദേശത്തേക്ക് ഒരു ജോലിക്ക് അയക്കുന്നതിന് വേണ്ടി ഉണ്ടായിരുന്ന സ്ഥലവും വീടും പണയപ്പെടുത്തി വായ്പയെടുത്തു. വിദേശത്ത് ജോലി നൽകാം എന്നു പറഞ്ഞ ഏജന്റ് ഇവരെ കബളിപ്പിച്ചതോടുകൂടി ഇവർ ആകെ നിരാശയിലായി. ഉണ്ടായിരുന്ന കിടപ്പാടവും നഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഇവർക്ക് വാടക വീട്ടിൽ താമസിക്കേണ്ടുന്ന അവസ്ഥ ഉണ്ടായത്. ആറ് വർഷമായിട്ട് ഡയാലിസിസ് പേഷ്യൻ്റാണ് ഞാൻ കൂലിപ്പണിക്ക് പോകുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്കിപ്പോൾ പോകാൻ പറ്റില്ല. എനിക്ക് വയ്യാതായതോടുകൂടി എൻ്റെ കുടുംബം പോയി. ഞങ്ങൾ നല്ല രീതി ജീവിച്ചു വന്നവരായിരുന്നു ഞങ്ങളുടെ കുടുംബം. മകന് വേണ്ടി പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീട് വിറ്റു. അപ്പം അച്ഛനെ നോക്കാലോ എന്നോർത്താണ്ടാണ് മകനും അതിന് ഒരുങ്ങിയത്. പക്ഷെ അവർ ഞങ്ങൾ ചതിച്ച് ഞങ്ങളുടെ വീടും 5 പൈസ പോലും ഞങ്ങൾക്ക് കിട്ടാതെയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഇപ്പോൾ അച്ഛനെ മക്കൾ ഓരോ കൂലിപ്പണി എടുത്താണ് അവർ നോക്കുന്നത്. എനിക്കാണെങ്കിലും ഒരു പണിക്ക് പോകാനും പറ്റില്ല. എന്നും ഈ ഒന്നരാടായിട്ട് ആശുപത്രി പോകുന്നത് കൊണ്ട് എനിക്ക് കൊണ്ടുപോകാനും, എനിക്ക് ഒരു പണിക്ക് പോയി 10 പൈസ മേടിച്ച് ആശുപത്രി കൊണ്ടുപോകാനും പറ്റുന്നില്ല. മക്കളെ കൈ കൊണ്ട് കിട്ടുന്ന കാശ് കൊണ്ട് മാത്രമാണ് ഞങ്ങളിപ്പോൾ ജീവിച്ചു പോകുന്നത്. ഇപ്പോൾ വാടക കൊടുക്കുവാനും ഡയാലിസിസിനുമുള്ള പണം കണ്ടെത്തുവാൻ കഴിയാതെ ഇവർ വിഷമിക്കുകയാണ്. ഇത്തരമൊരവസ്ഥയിലാണ് ഇവർ ഗുഡ്നസ് ടിവിയുമായി ബന്ധപ്പെട്ട് ശമരിയനിൽ അപേക്ഷ വച്ചത്. വരുമാന സ്രോതസ്സെല്ലാം വറ്റിയ ഈ അവസ്ഥയിൽ ഗുഡ്നസ് ടിവിയുടെ നല്ലവരായ പ്രേക്ഷകർ സമക്ഷം ഇവർ തങ്ങളുടെ വേദനകൾ തുറന്നു പറയുകയാണ്. എനിക്ക് ഞാനിപ്പോൾ ആഴ്ചയിൽ 3 ഡയാലിസിസ് വെച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ എറണാകുളം ഹോസ്പിറ്റലാണ്. ആദ്യമേ കോഴഞ്ചേരിയിലായിരുന്നു. കോഴഞ്ചേരിയിൽ പോകാൻ എനിക്ക് ഒത്തിരി പൈസയുടെ ബുദ്ധിമുട്ട് കൊണ്ട് അങ്ങനെ ഇപ്പോൾ എറണാകുളത്ത് ആക്കി. പിന്നെ പോകാൻ വണ്ടിക്കാശ്, മറ്റും മരുന്നുകൾ ആഴ്ചയിൽ 950 രൂപ, 5 ദിവസത്തെ ഗുളികയ്ക്ക് തന്നെ. പിന്നെ സ്ട്രോക്ക് വന്നതിൻ്റെ, അറ്റാക്ക് വന്നതിൻ്റെ എല്ലാം മെഡിസിനും വേറെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെ കഴിക്കുന്ന കാരണം കൊണ്ട് ഇരിക്കാം മരുന്ന് പോലും വാങ്ങിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് പിന്നെ ഞാനിപ്പോഴും ഈ വാടകയ്ക്കാണ് ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. മാസം വാടക കാശ് എൻ്റെ ഈ ആശുപത്രിയിലെ
പൈസകളും മരുന്നിൻ്റെ പൈസകളും എല്ലാം കൂടെ വന്നതോടുകൂടി ഞങ്ങൾക്കത് വാങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. പിള്ളേർക്ക് നിസ്സാര ഓരോ പണികളേ ഉള്ളൂ. പിന്നെ ഭാര്യയ്ക്കായാലും സുഖമില്ല. അപ്പോൾ എൻ്റെ അവസ്ഥ അറിഞ്ഞ് ഈ അപേക്ഷ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എന്നെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ശമരിയനിലൂടെ അനേകർക്ക് ആശ്രയമായി മാറിയ ഗുഡ്നസ് ടിവിയുടെ സുമനസ്സുകളായ പ്രേക്ഷകർ ഇവരുടെ ഈ ദയനീയാവസ്ഥയിൽ ഇവരെ കൈവിടുകയില്ല എന്ന് ഇവർ ഉറച്ചു വിശ്വസിക്കുകയും പ്രാർത്ഥനാപൂർവം കാത്തിരിക്കുകയുമാണ്. ഇവരുടെ ആവശ്യങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ കാരുണ്യത്തിനായി സമർപ്പിക്കുകയാണ്. ആഴ്ച ഞങ്ങൾക്ക് 3 ദിവസം ഡയാലിസിന് പോകണം. ഇവിടുന്ന് അവിടെ വരെ പോകാനും മരുന്നിനും എല്ലാം കൂടി ഒരു ദിവസം തന്നെ 12,000 രൂപ ചിലവ് വരുന്നുണ്ട്. അതും ആഴ്ച 3 ദിവസം ആകുമ്പോൾ ഞങ്ങൾക്ക് വഹിക്കാൻ പറ്റാത്ത ഉള്ള ഒരു ചിലവാണ് ഞങ്ങൾ വരുന്നത്. മരുന്നിന് തന്നെ ഒരാഴ്ച തന്നെ 1,600 രൂപ ഓളം മരുന്നിന് വരുന്നുണ്ട്. എനിക്കും ഒരിടത്തും പോകാൻ പറ്റത്തില്ല. ആശുപത്രി ചെല്ലുമ്പം കൂടെ ആളില്ലെങ്കിൽ അവർ ഡയാലിസിസ് ചെയ്യില്ല. അത് കാരണം എനിക്കും ഒരിടത്തും പണിക്ക് പോകാനും പറ്റുന്നില്ല. അങ്ങനെ ഞാനാണെങ്കിൽ വാടകയ്ക്ക് താമസിക്കുകയും ചെയ്യുന്നു. വാടക കാശും കൊടുക്കണം. എല്ലാം കൂടെ ഞങ്ങൾ ആ ബുദ്ധിമുട്ടിലാണ് കഴിയുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് എന്തെങ്കിലും ഒന്ന് സഹായിക്കൂ എന്ന് ഞാൻ ഒരു പ്രാർത്ഥനയോട് കൂടി പറയുന്നു. എന്നും ദുഃഖത്തിന്റെ നിഴലിൽ കഴിയുന്നവർക്ക് ആശ്വാസമായി മാറിയിട്ടുള്ള ഗുഡ്നസ് ടി വി പ്രേക്ഷകർ ഇവരുടെ ഈ ദയനീയാവസ്ഥയിൽ ഇവരെ വേണ്ടവിധം സഹായിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ സസ്നേഹം ശമരിയൻ. വിശദവിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ലിൻഡോ പുതുപ്പറമ്പിൽ VC, കെയർ ഓഫ് ഡിവൈൻ മിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 048027000893. മൊബൈൽ 9744198906. ഗുഡ്നസ് ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഗുഡ്നസ് ടിവിയിലൂടെ നമ്മൾ സംപ്രേഷണം ചെയ്ത സമരിയൻ എന്ന പ്രോഗ്രാമിലൂടെ നമ്മൾ പരിചയപ്പെട്ട അജിന്താഷ് എന്ന മകൻ്റെ അമ്മയാണ് മണിയമ്മ. എറണാകുളം ജില്ലയിലെ പാറക്കടവ് പഞ്ചായത്തിലെ കോടിശ്ശേരി അടുത്തുള്ള പള്ളിത്തറ എന്ന കുടുംബത്തിലെ അംഗമാണ് അജിന്താഷ്. അദ്ദേഹത്തിൻ്റെ അപ്പച്ചൻ ശാരീരികമായ അസ്വസ്ഥതകൾ മൂലം ഭവനത്തിൽ തന്നെയാണ്. അമ്മയാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുക. അജിന്താഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അജിന്താഷ് ഓട്ടോ ഓടിച്ച് ഉപജീവനമാർഗം കഴിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. കുറച്ച് പണമൊക്കെ സമ്പാദിച്ച് അദ്ദേഹത്തിന് ഒമാനിൽ ജോലി തേടി പോകാനായിട്ട് സാധിച്ചു. പക്ഷേ അവിടെ വെച്ച് വളരെ അപ്രതീക്ഷിതമായിട്ട് കിഡ്നി സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് കുറച്ച് സീരിയസ് ആകുകയും ചെയ്ത മൂലം അദ്ദേഹത്തിന് നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വന്നു. പക്ഷേ നാട്ടിൽ വന്ന് ചികിത്സകൾ ആരംഭിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കേൾവി ശക്തിയെ അത് പിന്നീട് പൂർണ്ണമായും ബാധിച്ചു. കേൾവി ശക്തി ഇപ്പോൾ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതോടൊപ്പം കണ്ണിൻ്റെ കാഴ്ചശക്തിയും കൂടെ ഈ രോഗത്തിൻ്റെ അവസ്ഥകൾ ബാധിച്ചിരിക്കുന്നു. കണ്ണിൻ്റെ കാഴ്ചശക്തി ഇപ്പം വളരെ കുറഞ്ഞ് അതും ബുദ്ധിമുട്ടിലായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. കിഡ്നി മാറ്റിവെക്കുക എന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഇവരുടെ മുൻപിലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിനുള്ള സാമ്പത്തികമായ നില ഇവർക്കില്ലാതിരുന്നത് കൊണ്ട് അതിന് മുതിരാതെ മുന്നോട്ട് പോകാനായിട്ട് ഇവർ തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷേ ആഴ്ചയിൽ 2 പ്രാവശ്യം ഡയാലിസിസിന് അദ്ദേഹത്തിന് പോകാനുള്ള ആവശ്യമുണ്ട്.
അപ്പോൾ സാമ്പത്തികമായി ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഇവരുടെ കുടുംബം കടന്നുപോയിക്കൊണ്ടിരിക്കുക. ആ സമയത്താണ് ഗുഡ്നസ് ടിവിയിലെ സമരിയൻ എന്ന പ്രോഗ്രാമിനെ ഇവർ സമീപിക്കാനായിട്ട് ഇടയായത്. അപ്പോൾ ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ നിങ്ങളുടെ മുൻപിൽ ഇവരുടെ കുടുംബത്തെയും ഇവരുടെ അവസ്ഥകളെയും എത്തിച്ചു. അപ്പോൾ ഒത്തിരിയേറെ ആളുകൾ ഇവരെ സഹായിക്കാനായിട്ട് തയ്യാറായി. ചെറിയ ചെറിയ സമ്പാദ്യങ്ങളിലൂടെ നിങ്ങൾ ഒരുപാട് പേര് ഈ സമരിയൻ എന്ന പ്രോഗ്രാമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ അതിലൂടെ ഞങ്ങൾ സമാഹരിച്ച ഒരു തുക 1,71,000 രൂപ ഞങ്ങൾ ഈ നിമിഷം ഇവർക്ക് കൊടുക്കുകയാണ്. സാമ്പത്തികമായി ഉള്ള ഒരു ചെറിയ സഹായം എന്ന രീതിയിൽ അത് ഇവർക്ക് ഉപകാരപ്രദമായി തീരും. ആ മകൻ്റെ ചികിത്സയ്ക്കും തുടർന്നുള്ളവരുടെ ജീവിതത്തിനും അത് സഹായകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗുഡ്നസ് ടിവിയുടെ കുടുംബത്തിലെ പ്രേക്ഷകരോടുള്ള നന്ദി ഈ നിമിഷം ഒരിക്കൽ കൂടി ഞാൻ അർപ്പിക്കുകയാണ്. വളരെയേറെ ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഒരുപക്ഷെ നിങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുക എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ആ ബുദ്ധിമുട്ടുകൾക്കിടയിലും നിങ്ങളൊരു കൊച്ചു സമ്പാദ്യം ഈ ഒരു പ്രോഗ്രാമിലേക്ക് നൽകുവാനായിട്ട് നിങ്ങൾ നല്ല മനസ്സ് കാണിച്ചു. വളരെ പ്രത്യേകമായിട്ട് ഈ കുടുംബത്തെ, അജിന്തോഷിനെയും അവരുടെ കുടുംബത്തെയും ആ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ സഹായിക്കാനായിട്ട് നിങ്ങൾ തയ്യാറായി. നിങ്ങളോടുള്ള അഭേദ്യമായ നന്ദി ഈ നിമിഷം വളരെ പ്രത്യേകമായിട്ട് നൽകുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം നമുക്കും നമ്മുടെ പ്രാർത്ഥനയിൽ കുടുംബത്തെ പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. തുടർന്നും അദ്ദേഹത്തിന് ഒത്തിരിയേറെ ചികിത്സയും സൗകര്യങ്ങളും ഒക്കെ ആവശ്യമാണ്. ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഇപ്പോൾ ആ കുടുംബം കടന്നുപോയിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയിൽ അവരെല്ലാവരും പ്രത്യേകമായിട്ട് ഓർക്കുക. ദൈവം സമൃദ്ധമായിട്ട് ഈ കുടുംബത്തെയും ഈ അമ്മച്ചിയെയും ആ മകനെയും അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഒത്തിരിയേറെ നന്ദി. ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. എൻ്റെ മകന് വേണ്ടി സഹായിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഗുഡ്നസ് ടിവിയുടെ എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. 1000 നന്ദി.